Hey everybody, welcome to Shashi & Co. ഇന്നും നമ്മൾ റയർ സ്പെക്ക് വണ്ടിയായിട്ട് വന്നിട്ടുള്ളത് ഇറ്റ്സ് എ ലെക്സസ് LM 300 ഹൈബ്രിഡ്. നമ്മളൊരു പെട്രോൾ വണ്ടിയായിട്ട് വന്നു, പിന്നെ ഒരു ഡീസൽ വണ്ടിയായിട്ട് വന്നു, ഇപ്പോൾ ഹൈബ്രിഡ്. ഈ വണ്ടിയെ പറ്റി പറയായിരുന്നെങ്കിൽ ഈ വണ്ടി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതിൻ്റെ റിവ്യൂസും ഇതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്തും ഇതിൻ്റെ റിവ്യൂസും ഇതെല്ലാം കാണുന്ന സമയത്തും ഇത് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ജസ്റ്റ് എ ഇന്നോവ. ഞാൻ എല്ലാവരോടും പറഞ്ഞു ലെക്സസിൻ്റെ ഒരു ഇന്നോവ അത്രമാത്രമാണ് ഇത്. പക്ഷേ വണ്ടി എടുത്ത് കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്കുള്ള എൻ്റെ ഈ 200 കിലോമീറ്റർ ഡ്രൈവിൽ ഐ എം ടോട്ടലി ഈ വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജസ് കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്ന കംഫർട്ടാണ്. എസ്പെഷ്യലി ദ സെക്കൻഡ് റോ, designed for supreme passenger comfort, like features like reclining seats, automatic leg rest, heated surfaces and mini refrigerator. ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ്. പിന്നെ തന്നെ ഇതിൻ്റെ തന്നെ വേറൊരു കോൺഫിഗറേഷൻ, ഒരു 4-seater കോൺഫിഗറേഷൻ ഉണ്ട്. അതാണെങ്കിൽ ഹൈലി ലെവൽ പ്രൈവസി ഫോർ ദ സെക്കൻഡ് പാർട്ടീഷൻ. കാരണം നടുവിലൊരു റിട്രാക്റ്റബിൾ ഗ്ലാസ്, അതിലൊരു 48-inch ഡിസ്പ്ലേ, ഫുൾ ഒരു പക്ക ഒരു പ്രൈവറ്റ് സ്പേസ് ബാക്കിൽ. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 2.5 ലിറ്റർ ഹൈബ്രിഡ് എൻജിൻ കപ്പിൾഡ് വിത്ത് ദ പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം ആൻഡ് E4 ടെക്നോളജി. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൊച്ചിയിൽ നിന്ന് വാഹനം എടുക്കുമ്പോൾ എനിക്ക് റേഞ്ച് കാണിച്ചിരുന്നത് 495 കിലോമീറ്റർ ആയിരുന്നു. ഞാൻ 200 കിലോമീറ്റർ റൺ ചെയ്ത് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അപ്പോഴും റേഞ്ച് കാണിച്ചത് 450 കിലോമീറ്ററാണ്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഈ ടോട്ടൽ ട്രാവലിൽ എനിക്ക് ആകെ 40 കിലോമീറ്റർ മാത്രമേ റേഞ്ച് കുറഞ്ഞുള്ളൂ. പക്ഷേ ഈ ഹൈബ്രിഡ് ടെക്നോളജിയും ഈ റേഞ്ചും ഇതൊന്നും അല്ല എന്നെ ഇമ്പ്രസ് ചെയ്ത് ദ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും കംഫർട്ടിൻ്റെ എക്സ്ട്രീമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റേ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു മാട്രസ് ഉണ്ടല്ലോ, അതിൽ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യണില്ലേ, ബെഡിൽ കോഴിമുട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ കിടക്കുക, ചാടുക. ആ മുട്ടയുടെ അവസ്ഥയാണ് നമ്മൾ ഈ കാറിലിരിക്കുമ്പോൾ. കൊച്ചിയിലെ ഓരോ കുഴിയിൽ ചാടുമ്പോഴും അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാറ്. കൊച്ചിയിൽ നല്ല ഓവറോൾ ദ ട്രാവലിലെ എല്ലാ കുഴിയും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. എൻ്റെ ലൈഫ് ടൈമിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഗട്ടറും കുഴികളും എൻജോയ് ചെയ്ത് വന്നത്. അത് കാറിൻ്റെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റേ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ടച്ച് പാഡ്. അതിക്ക് യൂസ്ഡ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് നമ്മൾ യൂസ്ഡ് ആയാൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ബട്ട് ആ യൂസ്ഡ് ആവുന്നത് വരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ട്രഡീഷണൽ ടച്ച് സ്ക്രീൻ സിസ്റ്റം പോലെ അല്ല.